ഫൈനലി ഇന്ന പെരീന്ന് ചവിട്ടി പുറത്താക്കി. അങ്ങനെയൊന്നും ഇന്റെ പെരക്കാർ ചെയ്യില്ല. കാരണം നമ്മളെന്താ തെറ്റ് ചെയ്താലല്ലേ പെരീന്ന് ഇപ്പോൾ ചവിട്ടി പുറത്താക്കേണ്ട ആവശ്യം. നമ്മളിവിടെ എന്താ തെറ്റ് ചെയ്ത് ഇവ ഒന്ന് കൊച്ചിക്ക് പഠിച്ചാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഓൻ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാക്കി കൊടുക്കാറുണ്ട്. പത്തിരും ബീഫൊക്കെ കണ്ട് പള്ളിയിലാക്കിയാണ് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ കണ്ട് പോകുന്നത്. ഈ വിജാഗിരി മോഡലിനോട് ഞാൻ പറഞ്ഞാണേ റെയിൻകോട്ട് ഊരി വെക്കണ്ട. അപ്പം പറഞ്ഞു മഴ പെയ്യൂല. ഇന്റെ വാക്കും വില കൽപ്പിച്ചില്ല. ഇപ്പം അതുകൊണ്ട് എന്തായി രണ്ടാളും നഞ്ഞ കോഴിക്കള മാതിരിയായി. ഓൻ അവിടെ ആക്കി കൊടുത്തൊന്നും പോരാ. ഓൻ പോവുള്ളൂ നമ്മൾ ഓനെ കാത്തിക്കണല്ലോ. ഓൻ ചുളിവിൽ ഇന്റെ അയക്കുന്ന ചാവിയാണ് മേടിച്ചു വെച്ച്. ഞമ്മക്ക് ഇനിയിപ്പോൾ അത് തലയിലേറ്റ് പോകാനൊന്നും പറ്റില്ലല്ലോ. ചാവി ഇട്ടുള്ളൂ നമ്മളോട് കാത്തുന്നേ. കുറേയൊക്കെ അവനോട് കെഞ്ചി നോക്കി. പിന്നെ കിട്ടൂല കണ്ടപ്പോൾ ഞാൻ പിന്നെ വല്ലാതെ കെഞ്ചാൻ നിന്നില്ല. ഓൻക്കുള്ള ജെറ്റ് വന്നു. ഓൻ ഞാൻ അതിൽ കയറിയോണ്ട് പോയിക്കോട്ടെ. ഇനി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇവിടെ തിരിഞ്ഞളിച്ചാൽ നമ്മൾ നേരെ പെരീക്കാണ്ട് പോകുന്നത്. അതുകൊണ്ട് പാസ്റ്റ് മാങ്ങ ജ്യൂസാണ് കുടിച്ചു. വൈകുന്നേരം ഇപ്പോൾ പെരി ഇങ്ങനെ ഉത്തർന്നിട്ട് ചടക്കുക. അപ്പോൾ ഞാൻ പെരും കുട്ടിയാണ്ട് സഭാ സ്ക്വയർക്കാണ്ട് പോകാൻ വിചാരിച്ചു. എന്തായാലും ഇപ്പോൾ 50 രൂപേൻ്റെ പെട്രോളിന് അങ്ങനെ രണ്ടാളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സഭാ സ്ക്വയർ വരെ എത്തുള്ളൂ. കോഴിക്കോട്ടേക്കൊന്നും എത്താനുള്ള എണ്ണല്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് വിടേന്. സഭാ സ്ക്വയർ കണ്ടെത്തിയപ്പോൾ കുറച്ചേരം അവിടെ വൈബടിച്ച് ഇങ്ങനെ നടക്കാൻ വിചാരിച്ച്. എന്തായാലും മൂഡ് ഓഫ് മാറാൻ എന്റർടൈൻമെന്റിന് കുറച്ച് ആൾക്കാർ കിട്ടി. ഈ നാട്ടിലെന്നാണ്ട് ഈ കുതിര കളി കളിച്ചാൽ ആദ്യം എന്താ വിചാരിച്ചാൽ അടിച്ച് ഫിറ്റായി നടക്കുകയാണ്. അങ്ങനെ ഒന്നും പറഞ്ഞുകൂടാതെ ചിലപ്പോൾ ഓന് വേണ്ട നാട്ടിൽ 1 മില്യൺ ഫോളോവേഴ്സുകളൊക്കെ മമ്മൂട്ടി വലിയ മോഹൻലാലേറ്റേക്കാരം ചീർച്ച് മനുഷ്യന്റെ ഊപ്പാടണ്ട് ഇളകി. ഓന്റെ പ്രസനോട് കഴിഞ്ഞതിന്റെ ശേഷം അങ്ങനെ 2 റൗണ്ടാണ് നടക്കാനുണ്ട് ഇറങ്ങി. അവിടെ കളിച്ചുന്ന കുട്ടികളെയൊക്കെ ഒന്ന് ബോൾ മേടിച്ചാണ്ട് ഇവിടെ തിരിഞ്ഞളിച്ചാണ്ട് ഉള്ള തന്താർക്കും തള്ളാർക്കും കുട്ടികൾക്ക് വരെ ചീർച്ച എന്റർടൈൻമെന്റ് ഉണ്ടാക്കി കൊടുത്ത ബംഗാളി ക്രിക്കറ്റ് ഇന്നത്തെ ലൈക്ക് എന്നെ ചീർച്ച് ഊപ്പാട് വന്ന് നേരെ പെരീക്കാണ്ട് പോകുന്നപ്പോൾ അത് അടുത്ത പണി സ്കൂളിൽ എന്തൊക്കെ എക്സ്പോ എടുക്കണ്ടല്ലോ. അപ്പോൾ ഇത് എന്തെങ്കിലും ഉണ്ടാക്കി എട്ടിക്കാരനാണ് വന്നത്. ഓൽക്കുള്ള പണി ഓല് ഇന്നെ കൊണ്ട് ഏൽപ്പിച്ച. ഇത് ഐസ്ക്രീം ഒന്നുമല്ല. ഈ ചങ്ങായി അസിസ്റ്റന്റ് പറഞ്ഞാണ്ട് കൂടിയാണ് പെയിന്റ് കൊണ്ടേ കളഞ്ഞു. ഇനി ഇത് ഉണ്ടാക്കി കൊടുക്കണം. വേറെ ഒന്നുമില്ല. എന്നാ ഓക്കെ.